അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. തൻ്റെ പ്രിയപ്പെട്ട ഉസ്താദിനെ മാത്രം മനസ്സിൽ കൊണ്ടു നടക്കുന്ന നൂർ ഫാത്തിമക്ക് ഇത് വളരെയധികം വിഷമമുള്ളതായിരുന്നു. അതെ, അറിയാത്ത നമ്പറിൽ നിന്ന് ഒരാൾ മെസ്സേജ് അയക്കുന്നു. ആണാണോ പെണ്ണാണോ ഒന്നും വ്യക്തമല്ല. ഓരോ വിശേഷങ്ങൾ ചോദിക്കുന്നു, പറയുന്നു. പക്ഷേ ആരാണെന്നറിയാതെ ഒരു നിമിഷം നൂർ ഫാത്തിമ വിചാരിച്ചു, എന്തായാലും ഒന്ന് ബ്ലോക്ക് ചെയ്യാം, അതായിരിക്കും നല്ലത്. പിന്നെ വിചാരിച്ചു, ഒരു പക്ഷേ ഇനിയിപ്പോൾ അറിയുന്ന വേറെ ആരെങ്കിലും ആയിരിക്കുമോ. നൂർ ഫാത്തിമക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അവളുടെ കൈകാലുകൾ വിറക്കുന്ന പോലെ അവൾക്ക് അനുഭവപ്പെട്ടു. അതെ, ആ മെസ്സേജ് അയക്കുന്നത് മറ്റു രീതിയിലാണ്. ശരിക്കൊരു സൗഹാർദ്ദപരമായിട്ട് മാത്രമല്ല, പലതും ചോദിക്കുകയാണ്. നൂർ ഫാത്തിമക്ക് സത്യം പറഞ്ഞാൽ പേടിയായി. ഫോണ് അല്പം വിട്ടുവെക്കാമെന്ന് കരുതി. സ്വിച്ച് ഓഫ് ചെയ്താലോ? അത് വേണ്ട, എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് തൻ്റെ നാഫിക്ക വിളിക്കുകയാണെങ്കിലോ? ഈ സമയത്തൊന്നും അവിടെ ഒരുപാട് നേരമായിട്ടുണ്ടാവില്ലല്ലോ. അത് വേണ്ട, എന്തായാലും തൽക്കാലം. നൂർ ഫാത്തിമ വിചാരിച്ചു, പടച്ച റബ്ബേ, എൻ്റെ മനസ്സിൽ ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ. അതെൻ്റെ ഭർത്താവ്, എൻ്റെ നാഫിക്ക. അദ്ദേഹം ഇവിടെ ഇല്ലാത്ത സമയത്ത് എനിക്കിങ്ങനെ മെസ്സേജ് ഈ നട്ടപ്പാതിരാക്ക് വരികയാണ്. ഞാൻ എന്താ ചെയ്യുക? എനിക്കാകെ ഭയമാകുന്നു. ഇതൊരു പക്ഷേ ഇവിടുത്തെ ഉമ്മയോ അല്ലെങ്കിൽ നാഫിക്കയോ കാണാനിട വന്നാൽ എന്നെ ഒരു പക്ഷേ തെറ്റിദ്ധരിക്കും. ഹേയ്, അതിനുള്ളൊരവസ്ഥ അല്ലാ നീ കാക്കണേ റബ്ബേ. ഇത്രക്കും പരിശുദ്ധമായ രീതിയിൽ പരിശുദ്ധമായ ദീനിലേക്ക് വന്ന ഞാൻ തെറ്റുകാരിയാകുന്ന ഒരവസ്ഥ. അല്ലാ, നീ എല്ലാ ഷർറിനെ തൊട്ടും കാത്തു രക്ഷിക്കണേ. വീണ്ടും അതാ അതിലേക്ക് മെസ്സേജ് വരുന്നു. നൂർ ഫാത്തിമ, നീ എന്നെ മറന്നു അല്ലേ? ഒരിക്കലും ഞാൻ അത് കരുതിയില്ല. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു. നീ എനിക്ക് ഒരു സമ്മതം തന്നിരുന്നെങ്കിൽ. നൂർ ഫാത്തിമയ്ക്ക് ഏകദേശം അതാ ആളെ പിടികിട്ടി തുടങ്ങി. ഇല്ല, അത് ഞാൻ ഏറ്റവും ഭയക്കുന്ന, ഈ ഒരു ദുനിയാവിൽ എനിക്ക് ഏറ്റവും ഭയമുള്ള ആളാണ് മെസ്സേജ് അയക്കുന്നത് എന്ന് മനസ്സിലായി. അവൾ ഓരോന്നോർത്തു. അതെ, അറബി ഉമ്മ കൊടുത്തയച്ച സാധനങ്ങൾ, അതിന് ലൊക്കേഷൻ വിട്ടുകൊടുത്ത ഞാൻ, അതെ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി രക്ഷയില്ല. നൂർ ഫാത്തിമ തൻ്റെ വയറിൽ കൈവച്ചുകൊണ്ട് അള്ളാഹുവിനോട് പറഞ്ഞു, പടച്ച റബ്ബേ, എൻ്റെ വയറ്റിൽ വളരുന്നത് എൻ്റെ ഉസ്താദിൻ്റെ കുഞ്ഞാണ്. പഠിച്ചവനെ, എൻ്റെ ഉസ്താദിൻ്റെ ബർക്കത്ത് കൊണ്ട് എല്ലാ ഷെറിൽ നിന്നും കാത്തു രക്ഷിക്കണേ അല്ലാ. എൻ്റെ കുഞ്ഞിൻ്റെ പവിത്രത കൊണ്ട് എന്നെ നീ കാത്തു രക്ഷിക്കണേ റഹ്മാനെ. നൂർ ഫാത്തിമക്ക് ആകെ ഭയമായി. ഉസ്താദൊന്ന് വന്നിരുന്നെങ്കിൽ എന്നവൾ ആഗ്രഹിച്ചു. തെറ്റിദ്ധരിക്കപ്പെടാൻ ഒരുപാട് കാരണങ്ങളുണ്ടാകും. എത്രയോ ചരിത്രങ്ങൾ കേട്ടിട്ടുണ്ട്. അതെ, ഒരു തെറ്റും കരുതിക്കൂട്ടി ചെയ്തിട്ടില്ലെങ്കിലും അങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും തെറ്റിദ്ധരിക്കും. അതെ, എൻ്റെ ഉസ്താദ് വളരെയധികം പ്രതീക്ഷയോടെയാണ് എൻ്റെ അടുക്കലേക്ക് വരുന്നത്. ഈ ഒരു മെസ്സേജ് എൻ്റെ ഫോണിൽ വരുമ്പോൾ, അതെടുത്ത് നോക്കുമ്പോൾ, അത് കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് വല്ലാതെ അങ്ങ് തകർന്നു പോകും. പക്ഷേ ക്ലിയർ ചാറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ അതൊട്ടും ശരിയല്ല. എൻ്റെ ഭർത്താവ് കണ്ടോട്ടെ ഇതെല്ലാം, അതായിരിക്കും നല്ലത്. നൂർ ഫാത്തിമ ഫോണിലെ മെസ്സേജൊന്നും ഡിലീറ്റ് ചെയ്തില്ല. എന്തൊക്കെ തന്നെയായാലും ഉസ്താദിന് കാണിച്ചു കൊടുക്കണം എല്ലാം. എൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്നെനിക്ക് സൂചിപ്പിക്കണം. മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായ ആയിഷ ബീവിക്കും പറ്റിയിട്ടുണ്ട്. ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ അവർ ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട്. ആ ഒരു ചരിത്രം അതെ അറബി ഉമ്മ പറഞ്ഞു തന്നതായിട്ട് ഓർക്കുകയാണ്. ഒരു തെറ്റും ബീവി ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ എങ്കിലും കുറച്ച് ദിവസങ്ങൾ ബീവിയെ തെറ്റിദ്ധരിക്കപ്പെട്ടു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ. അതിനേക്കാളും വലിയ വേദന എന്തായിരിക്കും? അല്ലാ, എനിക്കും ആ ഒരവസ്ഥ വരുമോ എന്ന് ഞാൻ ഭയക്കുന്നു. കാരണം ഒരു തെറ്റും ഞാൻ ചെയ്യുന്നില്ല, ചെയ്തിട്ടുമില്ല. എങ്കിലും അയാൾ എനിക്കിങ്ങനെ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ, കോൾ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഫോൺ എൻ്റെ ഉസ്താദ് നോക്കുന്ന സമയത്ത്
എന്തൊക്കെ തന്നെയായാലും അത് തെറ്റിദ്ധരിക്കാൻ ഒരു ചാൻസാണ്. എന്നോടുള്ള ആ കളങ്കമില്ലാത്ത സ്നേഹത്തിൽ വല്ലാത്തൊരു വിള്ളൽ വീഴുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ്. അതെ, അറബിയമ്മ പറഞ്ഞു തന്ന ആ ഒരു ചരിത്രം ഞാൻ ഓർക്കുകയാണ്. പാവം ആയിഷ ബീവി ഒരുപാട് കഷ്ടപ്പെട്ടു ആ സമയത്ത്. അതെ, ആയിഷ ബീവിക്കുണ്ടായ അപവാദ പ്രചരണം ബീവി വളരെയധികം സങ്കടപ്പെട്ടു. എന്നാൽ അതാരായിരുന്നു പ്രചരിപ്പിച്ചത്? അതിൻ്റെ പിന്നിൽ ആരാണ് പ്രവർത്തിച്ചത്? അതൊക്കെ പിന്നീടാണ് അറിഞ്ഞത്. ഇനിയൊരു പക്ഷേ ഞാൻ അയാൾക്ക് റീപ്ലൈ കൊടുത്തില്ലെങ്കിൽ, അയാൾ വിളിക്കുന്നത് കോൾ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ ഒരു പക്ഷേ എന്നെക്കുറിച്ച് വല്ലതും പറയുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. സ്ത്രീകളെക്കുറിച്ച് അപവാദം പ്രചരിപ്പിക്കുന്നവരെ കാത്തിരിക്കുന്നത് കഠിനമായ ശിക്ഷയാണെന്ന് അറബിയമ്മ പറഞ്ഞിട്ടുണ്ട്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹയ്ക്ക് നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ അപവാദ പ്രചരണം. അതെ, അത് അറബിയമ്മ പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഹൃദയം പൊട്ടിപ്പോയി. ഒരു യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുമ്പോഴാണ് ആയിഷ ബീവിക്ക് ആ ഒരു അനുഭവം ഉണ്ടായത്. തൻ്റെ ജീവിതത്തിലെ വളരെയധികം വേദനിക്കുന്ന അനുഭവം. ബനു മുസ്തലിഖ് യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരികയാണ്. അവരെല്ലാവരും മദീനയുടെ തൊട്ടടുത്തായിട്ട് ഒരു സ്ഥലത്ത് താവളം അടിച്ചു. ആ രാത്രി അവിടെ അതാ വിശ്രമിക്കുകയാണ്. പ്രഭാതം വിടരുവാൻ വേണ്ടി പോകുന്നു. ആ സംഘത്തിൽ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയും ഉണ്ടായിരുന്നു. എന്നാൽ അതിരാവിലെ തന്നെ പുലർച്ചെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് വേണ്ടി പുറത്തേക്ക് പോയതായിരുന്നു ആയിഷ ബീബി റളിയല്ലാഹു അൻഹ. അങ്ങനെ യാത്രാ സംഘത്തിന് യാത്ര പുറപ്പെടുവാൻ സമയമായി. ആയിഷ ബീവി സഞ്ചരിക്കുന്ന പല്ലക്ക് അത് തമ്പിന് പുറത്തുണ്ടായിരുന്നു. അവർ മടങ്ങി വന്നതിന് ശേഷം പല്ലക്കിൽ കയറും. അങ്ങനെ പല്ലക്ക് ഒട്ടകപ്പുറത്ത് ബന്ധിക്കും. അങ്ങനെ യാത്ര തുടരും. അങ്ങനെയാണ് അവർ ചെയ്തിരുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ മടങ്ങി വരുന്നതും പല്ലക്കിനടുത്ത് നിൽക്കുന്നതും കണ്ടവരുണ്ട്. അവർ ആ പല്ലക്കെടുത്ത് ഒട്ടകപ്പുറത്ത് വെച്ചു യാത്ര തുടരുകയാണ്. പക്ഷേ ആയിഷ ബീവി അവിടെ എത്തിയിട്ടില്ലായിരുന്നു. ആയിഷ ബീവി പല്ലക്കിൽ കയറിയിട്ടുണ്ട് എന്ന രീതിയിലാണ് അവരത് എടുത്തു വെച്ചത്. പക്ഷേ ബീവി അതിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല. അവരുടെ കഴുത്തിലെ മാല നഷ്ടപ്പെട്ടിരുന്നു. ആ മാല എവിടെയാണെന്ന് നോക്കുവാൻ വേണ്ടിയിട്ടാണ് ബീവി പുറത്തേക്ക് പോയത്. മാല കിട്ടിയ സന്തോഷത്തോടെ തിരിച്ചു വന്ന ആയിഷ ബീവി, ഇല്ല, അതാ എൻ്റെ ആ സംഘം അവിടെയില്ല. ഒട്ടകവുമില്ല, പല്ലക്കുമില്ല, ആരെയും കാണുന്നില്ല. ബീവി ആകെ ടെൻഷനായി. എല്ലാം വിജനമാണ്. യാത്രാസംഘത്തിലെ പ്രവാചകനടക്കം അവിടെ കാണാനില്ല. എല്ലാം ശൂന്യമായിരിക്കുന്നു അവിടം. ഒട്ടകങ്ങളും പല്ലക്കും ആളുകളും ഒന്നുമില്ല. പല്ലക്ക് എടുത്തു വെച്ചവർക്കായിട്ട് ഭാരം ഇല്ലാത്തതായിട്ട് തോന്നിയതുമില്ല. അവർ ആയിഷ ബീവി അതിലുണ്ട് എന്ന രീതിയിലാണ് അത് ഒട്ടകത്തിന്മേലേക്ക് എടുത്തു വെച്ചത്. അതിന് മാത്രം വെയിറ്റുമില്ല ബീവി. കാരണം ആയിഷ ബീവിക്ക് വെറും 13 വയസ്സാണ് പ്രായമുള്ളത്. അതുകൊണ്ട് തന്നെ ഓവറായിട്ട് തടിയും കാര്യങ്ങളും ഇല്ലാത്തത് കൊണ്ട് അവർ ഒട്ടകത്തിൻ്റെ പുറത്ത് വെക്കുന്ന ആ ഒരു പല്ലക്കിൽ ഇല്ലാത്ത കാര്യം അറിഞ്ഞതുമില്ല. 13 വയസ്സുകാരിയായ തീരെ മെലിഞ്ഞ ഒരു പെൺകുട്ടിയായിരുന്നു ആയിഷ ബീവി. എല്ലാവരും പോയപ്പോൾ ആയിഷ ബീവി എന്ത് ചെയ്തെന്നോ? എന്തായാലും ഒട്ടകപ്പുറത്ത് ഞാനില്ല എന്നുള്ള കാര്യം അറിയുമ്പോൾ അവരെല്ലാവരും എന്നെ തിരഞ്ഞു വരും എന്നെനിക്ക് ഉറപ്പുണ്ട്. അത് കാരണം ആയിഷ ബീവി അതാ അവിടെ തന്നെ മൂടിപ്പുതച്ച് കിടക്കുകയാണ്. ആ കിടപ്പിൽ ആയിഷ ബീവി ഒരുപാട് സമയം അറിയാതെ ഉറങ്ങിപ്പോയി. പഴയ കാലത്തൊക്കെ യുദ്ധമൊക്കെ കഴിഞ്ഞു പോകുമ്പോൾ ആ ഒരു സംഘത്തിൽ എന്തെങ്കിലും സാധനം എവിടെയെങ്കിലും കൊഴിഞ്ഞു പോയിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് സൈന്യത്തിൽപ്പെട്ട ഒരാളെ തിരിഞ്ഞു നോക്കാൻ വിടുന്നത് പതിവായിരുന്നു. അതിൽ ഓരോ സമയത്ത് ഓരോരുത്തരെയാവും നിയമിക്കുക. ഈ പ്രാവശ്യം നിയമിച്ചത് സഫ്വാൻ ബിനു മുഅത്തൽ റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഈ പ്രാവശ്യം ആ കാര്യത്തിന് വേണ്ടി നിയോഗിക്കപ്പെട്ടത്. അദ്ദേഹം അതാ സാവകാശം ഒട്ടകപ്പുറത്ത് വരികയാണ്. ആ ഒരു കാഴ്ച അതാ സഫ്വാൻ റളിയല്ലാഹു അൻഹു കാണുകയാണ്.
അതെ, ഒരു പെൺകുട്ടി അതാ നിലത്ത് കിടന്നുറങ്ങുന്നു. ഒടുവിൽ സഫ്വാൻ റളിയല്ലാഹു അൻഹുവിന് അത് മനസ്സിലായി. പടച്ച റബ്ബേ, മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയാണല്ലോ ആ കിടക്കുന്നത്. സുബ്ഹാനല്ലാ, ഞാൻ എന്തേ കാണുന്നത്? ലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാ. സഫ്വാൻ തങ്ങൾ ഉറക്കെ പറഞ്ഞുപോയി. അദ്ദേഹത്തിൻ്റെ ശബ്ദം കേട്ട് ആയിഷ റളിയല്ലാഹു അൻഹു ഞെട്ടി ഉണർന്നു. പെട്ടെന്ന് ആയിഷ ബീവി പിടഞ്ഞെണീറ്റു. സഫ്വാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മുൻപിലതാ നിൽക്കുന്നു. അദ്ദേഹത്തെ കണ്ടതും പെട്ടെന്ന് ആയിഷ റളിയല്ലാഹു അൻഹ മുഖം മറച്ചു. വേറെ ഒരു നിവൃത്തിയുമില്ല. എങ്ങനെയെങ്കിലും അവരുടെ കൂടെ എത്തണം. അതിന് ഈ ഒരു മാർഗം മാത്രമേ ഉള്ളൂ, സഫ്വാൻ റളിയല്ലാഹു അൻഹുയുടെ ഒട്ടകപ്പുറത്ത് കയറുക എന്നുള്ളത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഒട്ടകപ്പുറത്ത് കയറി. സഫ്വാൻ റളിയല്ലാഹു അൻഹു അതാ ഒട്ടകത്തിൻ്റെ കയർ വലിച്ചുകൊണ്ട് വേഗത്തിൽ സഞ്ചരിക്കുകയാണ്. ആ ഒരു സമയത്ത് പ്രവാചകൻ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയും സംഘവും ഒരുപാട് ദൂരത്ത് എത്തിയിരുന്നു. കണ്ണെത്ത ദൂരത്തുള്ള ദിക്കിൽ അവർ എത്തിയിരുന്നു. പക്ഷേ ആയിഷ ബീവിയും സഫ്വാൻ റളിയല്ലാഹു അൻഹുവും യാത്ര തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്നാൽ സഫ്വാൻ റളിയല്ലാഹു അൻഹു ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ വളരെയധികം സേഫ്റ്റിയോടെ, വളരെയധികം ആദരവോടെ, ബഹുമാനത്തോടെ, നല്ല രീതിയിൽ ശ്രദ്ധിച്ചുകൊണ്ട് അതാ മദീനയിലെ വീട്ടിലെത്തിക്കുന്നു. എന്നാൽ ദീർഘയാത്ര കാരണം മദീനയിലെത്തിയ പാടെ തന്നെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് നല്ല രോഗം പിടിപെട്ട് അതാ അവിടെ കിടപ്പിലാവുകയാണ്. ബീവിക്ക് 1 മാസത്തോളം അസുഖം നീണ്ടു നിന്നു. എന്നാൽ ഇതിനിടയിലാണ് പ്രവാചകൻ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയും ജുവൈരിയ ബീവിയുമായുള്ള വിവാഹം നടക്കുന്നത്. അതിനിടയിൽ അവരുടെ ഗോത്രത്തിൽപ്പെട്ട ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരികയും ചെയ്തു. അത്രക്കും തിരക്കിട്ട ഒരു സമയമായിരുന്നു ആ ഒരു സമയം. ഗോത്രം മുഴുവനും കടന്നു വന്നപ്പോൾ തന്നെ ഒരുപാട് അടിമകളായ ആളുകളെ സ്വഹാബികൾ മുഴുവനും സ്വതന്ത്രരാക്കി. ഇങ്ങനെ പല പല സംഭവങ്ങൾ കൊണ്ട് തിരക്ക് പിടിച്ചതായിരുന്നു ആ ദിവസങ്ങൾ. ഈ ഒരു തിരക്കിനിടയിൽ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആയിഷ ബീവിയുടെ രോഗത്തിനെക്കുറിച്ച് വേണ്ട രീതിയിൽ അന്വേഷിക്കാനുള്ള സമയം കിട്ടിയതുമില്ല. കാരണം എല്ലാവരും കൂട്ടത്തോടെ ഇസ്ലാമിലേക്ക് വരുന്ന സമയമാണ്. എന്നാൽ ഇത് വെച്ച് പലരും അവിടെ കളിക്കുകയാണ്. കപടവിശ്വാസികൾക്ക് ഒരു സുവർണാവസരമാണ് വീണ് കിട്ടിയിരിക്കുന്നത്. നല്ലൊരു ഐഡിയ ആണ് അവർ കണ്ടെത്തിയത്. അതെ, ആയിഷ ബീവിയെക്കുറിച്ചും സഫ്വാൻ റളിയല്ലാഹു അൻഹുവിനെക്കുറിച്ചും വലിയൊരു അപവാദം പ്രചരിപ്പിക്കുക. അതിന് പറ്റിയൊരു ചാൻസ് ഒത്തുകിട്ടിയിട്ടുണ്ട്. കാരണം അവർ രണ്ടുപേരും ഒരുമിച്ച് ഒരു ഒട്ടകത്തിലാണല്ലോ വന്നത്. അതുകൊണ്ട് തന്നെ എന്തും പറഞ്ഞുണ്ടാക്കാം എന്നവർ തീരുമാനിക്കുകയാണ്. ആയിഷ ബീവി എങ്ങനെ സഫ്വാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒട്ടകപ്പുറത്ത് ഒറ്റയ്ക്ക് വരാൻ എന്താണ് കാരണം? എങ്ങനെയാണ് ആയിഷ ബീവി സഫ്വാൻ തങ്ങളുടെ ഒട്ടകപ്പുറത്ത് എത്തിയത്? എങ്ങനെ അവർ ഒറ്റയ്ക്ക് സഞ്ചരിച്ചു വന്നു? അതിനെക്കുറിച്ചാണ് അവർ പറയുന്നത്. അത് ആ നാട്ടിലാകെ അവർ കൊട്ടിഘോഷിക്കുകയാണ്. ആയിഷ ബീവി സഫ്വാൻ തങ്ങളുടെ ഒട്ടകപ്പുറത്ത് വരുന്നത് ഞങ്ങൾ കണ്ടു. അതെ, എങ്ങനെയാണ് അങ്ങനെ വരാൻ ചാൻസ് ഉണ്ടായത്? എന്തുകൊണ്ടാണ് അവർ അങ്ങനെ വന്നത്? അതിനെക്കുറിച്ച് ഓരോ അപവാദങ്ങൾ പ്രചരിപ്പിക്കുകയാണ്. അപ്പോഴേക്കും കപടവിശ്വാസികൾ പല കഥകളും കെട്ടിച്ചമച്ചു കൊണ്ടിരുന്നു. അത് ആളുകളുടെ ഇടയിൽ പ്രചരിപ്പിക്കാൻ തുടങ്ങി. എന്നാൽ അങ്ങനെയുള്ള വിഷയങ്ങൾ കേൾക്കാൻ പലർക്കും താല്പര്യമാണ്. അത് കേട്ട പലരും നെറ്റിച്ചുളിച്ചു. അതിൽ ചിലരൊക്കെ പറഞ്ഞു, ആയിഷ റളിയല്ലാഹു അൻഹ വളരെ പരിശുദ്ധയായ ഒരു പെൺകുട്ടിയാണ്, ഒരു തെറ്റും അവർ ചെയ്യില്ല. അതുമാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിയാണ് പ്രിയപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. അവരൊന്നും ഒരിക്കലും ഒരു തെറ്റും ചെയ്യില്ല. നിങ്ങളിങ്ങനെ തെറ്റിദ്ധാരണ പരത്തരുത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകളാണ് ആയിഷ ബീവി. അതെ, അവർ ഒരു തെറ്റും ചെയ്യില്ല. പക്ഷേ അതൊക്കെ ഓക്കെ, ആയിഷ ബീവി പരിശുദ്ധയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയാണ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകളാണ്. അതൊന്നല്ല ഇവിടെ കാര്യം. എങ്ങനെ അവർ സഫ്വാൻ്റെ കൂടെ ഒട്ടകത്തിൽ ഒറ്റയ്ക്ക് കയറി വരുന്നു? അതാണ് ഇവിടെ ചോദിക്കേണ്ടത്. അതിനാണ് ഉത്തരം കണ്ടെത്തേണ്ടത്. ആ ഒരു ചോദ്യം
കപടന്മാർ എല്ലാവരോടും ചോദിച്ചപ്പോൾ എല്ലാവർക്കും ശരിക്കും ഒരു ആശയക്കുഴപ്പം വന്നു. അതെ, എല്ലാവരും ആശയക്കുഴപ്പത്തിലായി. സംശയം ഇല്ലാത്തവർ പോലും ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ സംശയിക്കേണ്ടി വന്നു. എന്ത് ചെയ്യും? ചോദിക്കാനും വയ്യ, ചോദിക്കാതിരിക്കാനും വയ്യ, തുറന്ന് ചോദിക്കാനും വയ്യ. കാരണം അങ്ങനെയുള്ള ബീവിയാണ് ആയിഷ ബീവി. അപവാദം ഒരുപാട് ആളുകൾ പ്രചരിപ്പിക്കുന്നു. അതിൽ ചില സ്ത്രീകളും പെട്ടു. സ്ത്രീകളെ അടുത്ത് ഈ രീതിയിലുള്ള വിഷയങ്ങൾ വരുമ്പോൾ അത് ഒന്നുകൂടി പെട്ടെന്ന് സ്പ്രെഡാവാനും ചാൻസ് ഉണ്ട്. ജയ്ഷിൻ്റെ മകൾ ഹംന, അതെ, ഹംനയും ഇത് പ്രചരിപ്പിക്കാൻ തുനിഞ്ഞിറങ്ങി. അസാസയുടെ മകൻ മിഫ്തഹ് അപവാദം പലരോടും പറഞ്ഞു നടന്നു. അതുമാത്രമല്ല, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ബന്ധുവാണ് ഈ മിഫ്തഹ് എന്ന് പറഞ്ഞ ഈ ഒരു സ്വഹാബി. സാമ്പത്തിക ശേഷി വളരെയധികം കുറഞ്ഞ ആളായിരുന്നു മിഫ്തഹ് എന്ന് പറഞ്ഞ ആൾ. അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ് സാമ്പത്തികമായി ഇവരെ സഹായിക്കാറുള്ളതും. അദ്ദേഹം ബദറിൽ പങ്കെടുത്ത ഒരു സ്വഹാബി കൂടിയാണ്. പക്ഷേ ഈ ഒരു അപവാദ പ്രചരണത്തിന് അദ്ദേഹവും വലിയൊരു പങ്ക് വഹിച്ചു. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു, അദ്ദേഹം വളരെയധികം പ്രശസ്തനായ ഒരു കവിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി അദ്ദേഹം ധാരാളം കവിതകൾ പാടിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹവും അപവാദ പ്രചരണത്തിൽ കുടുങ്ങിപ്പോവുകയാണ് ഉണ്ടായത്. മറ്റു പലർക്കും സംശയം തോന്നാതില്ല. പലർക്കും സംശയം തോന്നി, പക്ഷെ അവരൊന്നും അത് പറഞ്ഞു നടന്നില്ല. അവർ മനസ്സിലുണ്ടെങ്കിലും അവരെല്ലാം അത് ക്ഷമിച്ചു. കപടവിശ്വാസികൾക്ക് ഏറ്റവും നല്ല ഒരു സുവർണാവസരമായിരുന്നു അത്. അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് എന്നാൾ പരസ്യമായി തന്നെ രംഗത്തിറങ്ങി കണ്ടവരോടെല്ലാം വിളിച്ചു പറഞ്ഞു ഈ ഒരു കാര്യത്തെക്കുറിച്ച്. ഇതെല്ലാം അറിഞ്ഞ് കേട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കേട്ട് ആകെ വിഷമിച്ചു പോയി. അതുമാത്രമല്ല, തൻ്റെ പ്രിയപ്പെട്ട മകൾ ഇങ്ങനെയൊരു തെറ്റ് ചെയ്തു എന്നറിഞ്ഞപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് അത് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. ഈയൊരു സമയത്ത് ആയിഷ ബീവിയെയും സഫ്വാൻ തങ്ങളെയും കുറിച്ചുള്ള അപവാദം നടക്കുന്ന സമയത്ത് ആയിഷ ബീവിയുടെ മാതാപിതാക്കൾ തീ തിന്ന് കഴിയുകയായിരുന്നു. ആയിഷ ബീവി സുഖമില്ലാതെ കിടക്കുകയാണ്. അതെ, മകളോട് അവർ ഈ ഒരു കഥയൊന്നും പറഞ്ഞിട്ടില്ല. മകളാണെങ്കിൽ ഇതൊന്നും അറിഞ്ഞതുമില്ല. ആയിഷ ബീവിക്ക് ഒന്നും അറിയില്ല. തന്നെക്കുറിച്ചും സഫ്വാൻ തങ്ങളെക്കുറിച്ചും ഇങ്ങനെയൊരു വിവാദം നടക്കുന്നുണ്ട് എന്നതിനെക്കുറിച്ച് ആയിഷ ബീവി അറിഞ്ഞു തന്നെയില്ല. ആയിഷ ബീവി രോഗം പിടിപെട്ട് കിടപ്പിലാണല്ലോ. പ്രവാചകൻ തങ്ങൾക്ക് സഹിക്കാൻ കഴിയാത്ത സങ്കടമായിരുന്നു അത് കേട്ടപ്പോൾ. പ്രവാചകൻ്റെ വീട്ടിൽ രോഗിയായി കിടക്കുന്ന ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, ആയിഷ ബീവിയെ പരിചരിക്കാൻ വേണ്ടിയിട്ട് ഉമ്മ വന്നിട്ടുണ്ട്. ഉമ്മയുടെ സ്നേഹം നിറഞ്ഞ വാത്സല്യമേറിയ ആ ഒരു പരിചരണം മാത്രമാണ് ആയിഷ ബീവിക്ക് കിട്ടിയിരുന്നത്. കാരണം പുറത്തെ കഥകളൊന്നും ആയിഷ ബീവി അറിഞ്ഞിട്ടേ ഇല്ല. എന്തെങ്കിലും അസുഖം വരുമ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ദയാപൂർവം അവരോട് വന്ന് പെരുമാറും. അങ്ങനെയാണ് ഉള്ളത്. പക്ഷേ ഇത്തവണ എന്താണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ അടുത്തേക്ക് വരാത്തത്? ഇത്രയധികം അസുഖം ഉണ്ടായിട്ടും ഹബീബിനെ കാണുന്നേ ഇല്ലല്ലോ, ആയിഷ ബീവി ചിന്തിച്ചു. ഇപ്പോഴാണെങ്കിൽ ഇടയ്ക്ക് വല്ലപ്പോഴും വന്നു വരും. എന്നിട്ട് ചോദിക്കും എങ്ങനെയുണ്ട് അസുഖം, അത് മാത്രം. അത് കഴിഞ്ഞ് പെട്ടെന്ന് പോകും. ആയിഷ ബീവിയുടെ മനസ്സും വല്ലാതെ അങ്ങ് വേദനിക്കുന്നു. എന്താണ് ഇങ്ങനെയൊരു മാറ്റം? എൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയല്ലല്ലോ. സുഖമില്ലാതായാൽ വളരെയധികം ദയാപരമായിട്ട് എന്നോട് എൻ്റെ അടുത്തിരുന്ന് സംസാരിക്കും. പക്ഷെ ഇപ്പോഴിതാ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ച് പോകുന്നു. അല്ലാതെ എൻ്റെ അടുത്തിരിക്കുകയോ എന്നെ പരിചരിക്കുകയോ ചെയ്യുന്നില്ല. സാധാരണയായി അങ്ങനെ എന്തെങ്കിലും അസുഖം വരുമ്പോൾ കൂടെ നിൽക്കും, ആശ്വസിപ്പിക്കും. പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നുമില്ലല്ലോ. എന്തെന്നറിയില്ല, എന്നോട് എന്തോ ഒരു അകൽച്ച കാണിക്കുന്ന പോലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താ റബ്ബേ എന്നോട് ഇങ്ങനെ കാണിക്കുന്നത്? ആയിഷ ബീവിയുടെ മനസ്സ് വല്ലാതെ വേദനിച്ചു. എന്താണ് ഹബീബ് തങ്ങൾക്ക് ഇങ്ങനെയൊരു മാറ്റം? ഈ അകൽച്ച സഹിക്കാൻ കഴിയുന്നില്ലായിരുന്നു ആയിഷ ബീവിക്ക്. അതെ, അകൽച്ച അസഹ്യമായി തീർന്നപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്,
അല്ലയോ ഹബീബേ, ഞാൻ ഉമ്മയുടെ വീട്ടിലേക്ക് മാറി താമസിക്കട്ടെ? മാറി താമസിച്ചോളൂ. പെട്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സമ്മതം കൊടുത്തു. ആയിഷ ബീവി വളരെയധികം അത്ഭുതപ്പെട്ടു. പഠിച്ചോനെ, എന്തൊരു പണിയാണിത്? ഇത്ര പെട്ടെന്ന് എന്നോട് മാറി താമസിക്കാൻ പറയേ. ഞാനൊന്ന് ചോദിച്ചപ്പോഴേക്കും സാധാരണ എങ്ങനെയല്ലല്ലോ ഉണ്ടാവാറുള്ളത്. തന്നോട് ഉമ്മയുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. കുറച്ച് ദയ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനത് ചോദിച്ചത്. അങ്ങനെയതാ വളരെയധികം ദുഃഖത്തോടെ വിഷമത്തോടെ ആയിഷ ബീവി ഉമ്മയുടെ കൂടെ അതാ സ്വന്തം വീട്ടിലേക്ക് പോവുകയാണ്. ഹബീബിൻ്റെ ആ ഒരു പെട്ടെന്നുള്ള മറുപടിയും തന്നോട് ആ സ്നേഹമില്ലാത്ത ആ ഒരു പെരുമാറ്റവും അത് ആയിഷ ബീവിയെ ശരിക്കും മനസ്സ് പിടിച്ചു കിളുക്കിയിരുന്നു. ഇപ്പോൾ ഉമ്മയുടെ കൂടെ സ്വന്തം വീട്ടിലാണ് ആയിഷ ബീവി നിൽക്കുന്നത്. ഇൻഷാ അല്ലാ ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് നാളെ കാണാം. നൂർ ഫാത്തിമ ആ കഥകളെല്ലാം ഓർത്തു. അതെ, തൻ്റെ ജീവിതത്തിൽ അങ്ങനെ എങ്ങാനും സംഭവിക്കുമോ റബ്ബേ? എൻ്റെ നാഫി ഉസ്താദ് ഒരിക്കലും തെറ്റിദ്ധരിക്കാൻ ഒരു കാരണമാവരുത്. ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. അല്ലാ, ആയിഷ ബീവിയെ തെറ്റിദ്ധരിച്ച പോലെ എങ്ങാനും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ പഠിച്ചോനെ, എനിക്ക് എങ്ങോട്ട് പോകാൻ? എങ്ങോട്ടുമില്ല. നൂർ ഫാത്തിമ അതിനെക്കുറിച്ച് ഓർത്തു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു.